എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ നമസ്കാരം. നമ്മൾ ഭിന്നസംഖ്യകൾ എന്നുള്ള ആ ഒരു PSCയുടെ മാത്സിൻ്റെ ടോപ്പിക്കിൻ്റെയാണ് കിടക്കുന്നത്. അതിൽ നമ്മൾ മൂന്നാമത്തെ ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത്. ആദ്യ രണ്ട് ഭാഗങ്ങളിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ കുറച്ച് ചോദ്യങ്ങളുടെ ഡിഫറൻ്റ് ആയിട്ടുള്ള ടൈപ്പുകളിലേക്കാണ് കിടക്കുന്നത്. PSCക്കും അതുപോലെയുള്ള മറ്റ് മത്സര പരീക്ഷകൾക്കും ജോബ് എൻട്രൻസുകൾക്കും ഒക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള ചില ടിപ്പിക്കലായിട്ടുള്ള ഭിന്നസംഖ്യകളുടെ ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നത്. അപ്പോൾ എല്ലാവരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഓരോരോ ടൈപ്പുകളായി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. ആദ്യത്തെ ചോദ്യത്തിലേക്ക്, 3ഉം 5ൽ 2 എന്നുള്ളൊരു ഭിന്നസംഖ്യ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കറിയാം അതൊരു മിശ്ര ഭിന്ന രൂപത്തിലാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ വ്യുൽക്രമം എത്ര? പല പരീക്ഷകളിലും കണ്ടിട്ടുള്ളൊരു ചോദ്യമാണ്. പലതവണ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരുപാട് തവണ ആവർത്തിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ഒരു മിശ്ര ഭിന്നം തന്നിട്ട് അതിൻ്റെ വ്യുൽക്രമം എഴുതാൻ ആവശ്യപ്പെടുക. ഒരു സാധാരണ ഭിന്നവും മിശ്ര ഭിന്നവും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാമല്ലോ. സാധാരണ ഭിന്നം എന്ന് പറഞ്ഞാൽ എപ്പോഴും 1ൽ താഴെ വില വരുന്ന ഒരു ഭിന്നസംഖ്യയാണ് സാധാരണ ഭിന്നം. മിശ്ര ഭിന്നങ്ങളുടെ വില എപ്പോഴും 1ന് മുകളിലായിരിക്കും. അപ്പോൾ അതിനെ മിശ്ര ഭിന്നമായോ അല്ലെങ്കിൽ വിഷമ ഭിന്നമായോ എഴുതാമെന്നും നമ്മൾ ആദ്യത്തെ അധ്യായത്തിൽ പഠിച്ചു. ഫ്രാക്ഷൻസിൻ്റെ തുടക്ക ഭാഗത്ത് നമ്മൾ പറഞ്ഞ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മളെന്താണ് പറഞ്ഞത്? ഒരു മിശ്ര ഭിന്നത്തിന് ഒരു മിശ്ര ഭിന്ന രൂപമുണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വിഷമ ഭിന്ന രൂപവും ഉണ്ട്. അപ്പോൾ വ്യുൽക്രമം എന്നാൽ എന്താണ്? ഒരു ഭിന്നസംഖ്യയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അംശവും ഛേദവും തമ്മിൽ നേരെ മാറ്റി എഴുതുക, ഇൻവേഴ്സ് എഴുതുക, അല്ലേ? അംശത്തെ ഛേദമായും ഛേദത്തെ അംശമാക്കിയും മാറ്റുന്നതിനാണ് നമ്മൾ ഒരു ഭിന്നസംഖ്യയുടെ വ്യുൽക്രമം എന്ന് പറയുക. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന 3ഉം 5ൽ 2 എന്നുള്ളതിൻ്റെ അംശമേത് ഛേദമേത് എന്ന് ചോദിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും അത് കൺഫ്യൂസിങ് ആണ്. കാരണം എന്താ? അവിടെ ഒരു പൂർണ്ണസംഖ്യാഭാഗം വരുന്നുണ്ട്. അപ്പോൾ ആ പൂർണ്ണസംഖ്യാഭാഗം അങ്ങനെ നിർത്തിക്കൊണ്ട് നമുക്ക് ഈ ചോദ്യം ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു മിശ്ര ഭിന്നത്തിൻ്റെ വ്യുൽക്രമം ചോദിക്കുന്ന ഒരു ചോദ്യമാണെങ്കിൽ ആ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ മിശ്ര ഭിന്നത്തെ അതിനെ വിഷമ ഭിന്ന രൂപത്തിലേക്ക് മാറ്റി എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ മിശ്ര ഭിന്നത്തെ വിഷമ ഭിന്ന രൂപത്തിലേക്ക് ഒന്ന് മാറ്റി എഴുതാം. അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഓൾറെഡി പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. 3 × 5 15, 15 + 2 17. അപ്പോൾ 17 ഡിവൈഡഡ് ബൈ ഈ ഭിന്നസംഖ്യയിൽ കാണുന്ന അതേ ഛേദം തന്നെ എടുക്കുന്നു 5. അപ്പോൾ 17/5 എന്നതാണ് ഇതിന് തത്തുല്യമായുള്ള വിഷമഭിന്ന രൂപം. ഇനി നമുക്ക് ധൈര്യമായിട്ട് ഈ വിഷമഭിന്നത്തിൻ്റെ വ്യുൽക്രമം എടുക്കാം. കാരണം ഇവിടെ അംശം ബൈ ഛേദം എന്നുള്ള ആ ഒരു ഫോമിലാണ് നമ്മളിതിനെ എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഇതിൻ്റെ വ്യുൽക്രമം എത്ര എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരമായി വരേണ്ടത് എന്താണ്? 5/17 എന്നാണ്. നമ്മൾ ചെയ്തത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് ഓർമ്മിച്ചിരിക്കാം. അതായത് ഒരു മിശ്ര ഭിന്നത്തിൻ്റെയാണ് വ്യുൽക്രമം കാണേണ്ടതെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ നടപടി എന്ന് പറയുന്നത് ആ മിശ്ര ഭിന്നത്തെ വിഷമ ഭിന്ന രൂപത്തിലേക്ക്, അതായത് ഇംപ്രോപ്പർ ഫ്രാക്ഷനാക്കി അതിനെ മാറ്റി എഴുതുക. എന്നിട്ട് നമ്മൾ സാധാരണ ഒരു ചോദ്യത്തിൽ ചെയ്യുന്നത് പോലെ തന്നെ അംശവും ഛേദവും തമ്മിൽ നേരെ തിരിച്ചെഴുതുക. അടുത്ത ചോദ്യം നമ്മൾ നേരത്തെ ചെയ്തതിന് സമാനമായ മറ്റൊരു ചോദ്യത്തിലേക്കാണ് വന്നിരിക്കുന്നത്. 6 3/4, 6ഉം 4ൽ 3ഉം എന്നുള്ള ആ ഒരു മിശ്രഭിന്ന രൂപത്തിലുള്ള സംഖ്യ, അതിൻ്റെ വ്യുൽക്രമം എത്ര എന്നാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെയും നമ്മൾ വീണ്ടും ആവർത്തിച്ച് ഒരുപാട് പറയുന്നില്ല. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആദ്യമേ വിഷമഭിന്ന രൂപത്തിലേക്ക് മാറ്റി എഴുതണം. 6 × 4 24, 24നോട് 3 കൂട്ടിയാൽ കിട്ടുന്നത് 27. അപ്പോൾ 27 എന്നുള്ളതാണ് ഇവിടെ അംശത്തിൽ വരുന്നത്. ഇനി ഡിനോമിനേറ്ററിൽ വരുന്നത് 4 തന്നെ. അപ്പോൾ 27/4 എന്നുള്ളതാണ് ഈ സംഖ്യയ്ക്ക് കറസ്പോണ്ടിങ് ആയ വിഷമഭിന്ന രൂപം. നമ്മളിതിനെ നേരെ തിരിച്ചെഴുതുന്നു, വ്യുൽക്രമം കാണുന്നു. സാധാരണ ഒരു ചോദ്യം പോലെ തന്നെ 4/27 എന്ന രീതിയിൽ വ്യുൽക്രമം എഴുതുന്നു. അടുത്ത ചോദ്യം, 10ൻ്റെ ഘടകങ്ങളുടെ വ്യുൽക്രമങ്ങളുടെ തുക എത്ര? 10ൻ്റെ ഘടകങ്ങളുടെ വ്യുൽക്രമങ്ങളുടെ തുക എത്ര? അപ്പോൾ ഒരു സംഖ്യ നമുക്ക് തന്നിരിക്കുന്നു. സംഖ്യ ഒരു പൂർണ്ണസംഖ്യയാണ് 10. അപ്പോൾ ആ പൂർണ്ണസംഖ്യയ്ക്ക് കുറച്ച് ഘടകങ്ങളുണ്ട്, അല്ലേ? ചില സംഖ്യകൾക്ക് 2 ഘടകങ്ങളായിരിക്കും, ചില സംഖ്യകൾക്ക് 4 ഘടകങ്ങളായിരിക്കും. അത് നമുക്ക് സംഖ്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ സംഖ്യയ്ക്ക് കുറച്ച് ഘടകങ്ങളുണ്ട്. ഈ ഘടകങ്ങളുടെ വ്യുൽക്രമങ്ങളുടെ തുക എത്ര എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ചോദ്യത്തിൽ ചില പ്രത്യേകതകളുണ്ട്. ഇത് കേരള PSCക്ക് മുമ്പ് ചോദിച്ച ഒരു ചോദ്യമാണ്, റീസെൻ്റായിട്ട് നടന്ന ഒരു പരീക്ഷയിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. അപ്പോൾ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ആദ്യമേ നമുക്ക് നമ്മളിത് മുമ്പ് കണ്ടിട്ടില്ല എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ ഷോർട്ട് കട്ടിലേക്ക് വരാം. ഓക്കെ,
അപ്പോൾ 10ൻ്റെ ഘടകങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ ഘടകം 1ആണ്. ഘടകങ്ങൾ നമ്മൾ മുമ്പ് സംഖ്യകളും സംഖ്യാക്രമവും എന്നുള്ളൊരു ടോപ്പിക്കിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ 1, 2, 5, 10 ഘടകങ്ങൾ എഴുതുമ്പോൾ 1ഉം 10ഉം ഒന്നും എഴുതാനായിട്ട് മറക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഏതൊരു സംഖ്യയുടെയും ഏറ്റവും ചെറിയ ഘടകം എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് ആ സംഖ്യ തന്നെയായിരിക്കും. അപ്പോൾ അത് രണ്ടും എഴുതാനായിട്ട് വിട്ടുപോകരുത്. പിന്നെ അതിനിടയ്ക്ക് ഏതൊക്കെ ഉണ്ട് എന്ന് മാത്രമാണ് നമ്മളൊന്ന് ചിന്തിച്ചെഴുതേണ്ടത്. ഇത്തരം ചോദ്യങ്ങളൊന്നും വളരെ വലിയ ഒരു സംഖ്യയെപ്പറ്റി നമുക്ക് പ്രതീക്ഷിക്കേണ്ട ചോദ്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ നമുക്കത് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കാനും സാധ്യതയില്ല ഘടകങ്ങൾ എഴുതുന്ന ആ ഒരു രീതി. അപ്പോൾ 1, 2, 5, 10. ഇനി ഈ പറഞ്ഞ ഘടകങ്ങളുടെ വ്യുൽക്രമങ്ങൾ എടുക്കാം. നമുക്ക് ആ ക്രമത്തിന് തന്നെ അങ്ങ് ചിന്തിക്കാം. 1ൻ്റെ വ്യുൽക്രമം എന്ന് പറയുന്നത് 1 തന്നെ. അതായത് ഒരു ഫ്രാക്ഷൻ രൂപത്തിൽ നമുക്കതിനെ 1/1 എന്നങ്ങ് എഴുതാം. ഇനി അടുത്തത് 2ൻ്റെ വ്യുൽക്രമം എന്ന് പറഞ്ഞാൽ 1/2. 5ൻ്റെ വ്യുൽക്രമം എന്ന് പറയുന്നത് 1/5. ഇനി 10ൻ്റെ വ്യുൽക്രമം 1/10. അപ്പോൾ ഇവിടെ സാധാരണഗതിക്ക് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇപ്പോൾ 1 അങ്ങനെ തന്നെ നിൽക്കട്ടെ. 1 എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, കാരണം അതൊരു പൂർണ്ണസംഖ്യയാണ്. ബാക്കിയുള്ള ഭിന്നസംഖ്യകളൊന്ന് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൊതുവായിട്ട് 10 എന്നുള്ള ഒരു ഡിനോമിനേറ്റർ നമുക്ക് എടുക്കണം. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണ്? 1/2 എന്നുള്ളതിനെ 5/10 എന്ന് എഴുതുന്നു. ഭിന്നസംഖ്യകളുടെ സങ്കലനത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യമാണ്. 1/2നെ 5/10 എന്ന് എഴുതുന്നു. 1/5നെ നമ്മൾ എഴുതുന്നത് 2/10 എന്നായിരിക്കും. ഇനി 1/10നെ നമ്മൾ എഴുതുന്നതോ 1/10 എന്ന് തന്നെ എഴുതുന്നു. അവിടെ മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊന്ന് കൂട്ടി നോക്കുക. 5 + 2 + 1 എത്രയായി? 8. അപ്പോൾ 1 കൂടാതെ അവിടെ വരുന്നത്, 1 കൂടാതെ അഡീഷണലി വരുന്നത് 8/10 എന്ന ഭിന്നസംഖ്യയായിരിക്കും. 8/10 എന്ന് നമ്മൾ സാധാരണ എഴുതാറില്ല. നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? 4/5 എന്നാണ് എഴുതുക. അപ്പോൾ ഈ ചോദ്യത്തിന് നമുക്ക് വേണ്ട ഉത്തരം 1ഉം 4/5 എന്ന മിശ്രഭിന്നം ആയിരിക്കും. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞത് ഇതിൻ്റെ ഡയറക്റ്റായിട്ടുള്ള മാർഗ്ഗമാണ്. ഇനി ഇത് കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതായത് നമ്മൾ ഈ ചെയ്തത് ഈ പറഞ്ഞ കാൽക്കുലേഷനാണല്ലോ. ഈ പറഞ്ഞ കാൽക്കുലേഷനെ നമ്മളൊന്ന് ഡയറക്റ്റായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചിന്തിച്ച് നോക്കുക. നമ്മൾ സംഖ്യയുടെ ഘടകങ്ങൾ എഴുതി. നമ്മൾ എഴുതി. എന്നിട്ട് 1 എന്നുള്ള ആ ഒരു പൂർണ്ണസംഖ്യാ ഭാഗം ആദ്യമേ അങ്ങ് എടുത്തു. ഈ ചോദ്യങ്ങളെല്ലാം 1ൽ ആരംഭിക്കുന്നതായിരിക്കും. 1 എന്ന് പറയുന്നൊരു പൂർണ്ണസംഖ്യാഭാഗം തീർച്ചയായും ഇത് ഏത് സംഖ്യയെപ്പറ്റി ഈ ചോദ്യം ചോദിച്ചാലും അതിൽ ഉൾപ്പെടാതിരിക്കില്ല. ഇനി ബാക്കി എന്തൊക്കെയാണ് നമ്മൾ ചെയ്തതെന്ന് ചോദിച്ചാൽ നോക്കി, ഈ 1 മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചെയ്തത് 5, 2, 1. അതായത് ഈ സംഖ്യ ഒഴികെയുള്ള സംഖ്യയുടെ ഘടകങ്ങളാണ് നമ്മൾ എടുത്തത് അല്ലേ? 5, 2, 1 എന്നിവ എടുത്ത് കൂട്ടിയിട്ട് ഈ സംഖ്യ കൊണ്ട് ഹരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ചെയ്ത സ്റ്റെപ്പ് നമുക്ക് ഒറ്റയടിക്ക് അങ്ങ് ചെയ്താലോ? ഈ ഘടകങ്ങൾ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 10 എന്നുള്ളത് സംഖ്യ എപ്പോഴും ഡിനോമിനേറ്ററിൽ എടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ബാക്കിയുള്ള ഘടകങ്ങൾ, സംഖ്യ ഒഴികെയുള്ള ഘടകങ്ങൾ എടുത്തങ്ങ് കൂട്ടുന്നു. 5 + 2 + 1 എത്രയായി? 5ഉം 2ഉം 1ഉം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 8 കിട്ടി. അപ്പോൾ 1ഉം 8/10, അതായത് 1ഉം 4/5 എന്ന് നമ്മൾ നേരത്തെ കൂട്ടി എഴുതി കണ്ടുപിടിച്ച ഉത്തരത്തിലേക്ക് നമുക്ക് ഒറ്റയടിക്ക് തന്നെ നമുക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ഇതേ കാര്യം നമ്മൾ ചെയ്യുന്നത് മറ്റൊരു സംഖ്യയ്ക്കാണെന്ന് വിചാരിക്കുക. 6 എന്ന സംഖ്യയെ പറ്റിയാണ് ഇതേ ചോദ്യം വരുന്നതെന്ന് വിചാരിക്കുക. ചോദ്യം ഇതാണ്: 6ൻ്റെ ഘടകങ്ങളുടെ വ്യുൽക്രമങ്ങളുടെ തുക എത്ര എന്നാണ് ചോദ്യമെങ്കിൽ നമ്മൾ എവിടെ തുടങ്ങും? നമ്മൾ തുടങ്ങുന്നത് 6ൻ്റെ ഘടകങ്ങൾ എഴുതുന്നു. 1, 2, 3, 6 എന്നീ ഘടകങ്ങൾ നമ്മൾ എഴുതുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 6 എന്നുള്ളത് മാറ്റുന്നു. പിന്നെ 1 എന്നുള്ള പൂർണ്ണസംഖ്യാ ഭാഗം നമ്മൾ എഴുതുന്നു. എന്നിട്ട് ഈ സംഖ്യ എടുത്ത് ഛേദത്തിലിടുന്നു. ഡിനോമിനേറ്ററിൽ ഇടുന്നു. എന്നിട്ട് നമ്മൾ 1, 2, 3 ഇത് 3 അങ്ങ് കൂട്ടുന്നു. 1ഉം 2ഉം 3ഉം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 1 + 2 3 + 3 6 എന്നാണ് കിട്ടുക. അപ്പോൾ 1ഉം 6/6. 6/6 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 തന്നെയാണ്. അതായത് നമുക്ക് വേണ്ട ഉത്തരം 1 + 1 2 എന്നായിരിക്കും. അപ്പോൾ 6ൻ്റെ ഘടകങ്ങളുടെ വ്യുൽക്രമങ്ങളുടെ തുക എത്ര എന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എത്രയാണ്? 2 എന്നാണ് ഉത്തരം കിട്ടുക. അടുത്തത് ഇതേപോലെ ചെറിയ രീതിയിൽ സിമിലർ ആയിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്. ഏറ്റവും ചെറിയ 3 അഭാജ്യ സംഖ്യകളുടെ വ്യുൽക്രമങ്ങളുടെ തുക എത്ര? എഗെയിൻ വ്യുൽക്രമങ്ങളുടെ തുകയാണ് ചോദിച്ചിരിക്കുക അല്ലേ? പക്ഷേ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഏറ്റവും ചെറിയ 3 അഭാജ്യ സംഖ്യകളുടെ വ്യുൽക്രമങ്ങളുടെ തുക.
അപ്പോൾ നമുക്ക് അഭാജ്യ സംഖ്യകൾ എന്താണ് എന്ന് കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, എല്ലാവർക്കും അറിയാം, ഓർമ്മയുണ്ട് എന്ന് വിചാരിക്കുന്നു. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ 2. ഇനി അത് കഴിഞ്ഞാൽ വരുന്ന അഭാജ്യ സംഖ്യ 3 പിന്നെ വരുന്നത് 5. അപ്പോൾ നമുക്ക് വേണ്ട തുക എന്താണ്? 2/1. 2ൻ്റെ വ്യുൽക്രമം എന്ന് പറയുന്നത് 1/2. ഇനി 3ൻ്റെ വ്യുൽക്രമം വീണ്ടും 1/3. പൂർണ്ണസംഖ്യകളാകുമ്പോൾ നമുക്ക് വ്യുൽക്രമം എഴുതാനൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. 1/2, 1/3, 1/5. ഓക്കെ, ഇതിൻ്റെ തുക, ഈ വ്യുൽക്രമങ്ങളുടെ തുക എത്ര എന്നാണ് ചോദ്യം. നമ്മൾ 3 ഭിന്നസംഖ്യകൾ, ചെറിയ ഭിന്നസംഖ്യകളാണ്. അപ്പോൾ ചെറിയ സംഖ്യകളാണ് ഇതിനകത്ത് ഛേദങ്ങളിലെല്ലാം വന്നിരിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പമാണ്. നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഈ ഛേദങ്ങളിൽ വരുന്ന സംഖ്യകളെല്ലാത്തിനെയും ചേർത്ത് ഗുണിക്കുക. 2 × 3 6 × 5 30 എന്ന് എഴുതും. 30 നമുക്ക് ഛേദത്തിൽ വരേണ്ടത്. എന്നിട്ട് ഇനി ന്യൂമറേറ്റർ ഭാഗം എഴുതാം. ന്യൂമറേറ്ററിൽ അംശത്തിൽ എല്ലായിടത്തും 1. അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കേണ്ടത് ഈ 1/2 കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഛേദങ്ങൾ തമ്മിൽ ഗുണിക്കുന്നു. അതായത് 3 × 5 15 എടുക്കുന്നു. ഇനി അടുത്തതിൽ വരുമ്പോൾ നമ്മൾ ബാക്കി 2 തമ്മിൽ ഗുണിക്കുന്നു. അതായത് 2ഉം 5ഉം തമ്മിൽ ഗുണിക്കുന്നു, 10 എന്നെഴുതുന്നു. മൂന്നാമത്തതിൽ വരുമ്പോൾ നമ്മൾ 2 × 3 ഗുണിക്കുന്നു, 6 എന്നെഴുതുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന തുക എത്രയാണെന്ന് നോക്കാം. 15, 10, 6 കൂട്ടുമ്പോൾ 15ഉം 10ഉം 25ഉം 6ഉം 31 നമുക്ക് കിട്ടുക. അപ്പോൾ 31/30. അതിനകത്ത് കൂടുതലൊന്നും ക്യാൻസൽ ചെയ്യാനായിട്ടില്ല, കാരണം 31 ഒരു അഭാജ്യ സംഖ്യയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരം 31/30 എന്നാകാം. അതല്ലെങ്കിൽ 31/30 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിലധികം വില വരുന്ന ഒരു വിഷമ ഭിന്നമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു സാധ്യതയുള്ളതെന്ന് പറഞ്ഞാൽ 1ഉം 1/30 എന്ന് മാറ്റി എഴുതാനാണ് സാധ്യത കൂടുതൽ. ആൻസറിലേക്ക് വരുമ്പോഴത്തേക്ക് അത് 1ഉം 1/30 എന്നുള്ള രീതിയിൽ ഒരു മിശ്ര ഭിന്നമായിട്ട് വരാനാണ് സാധ്യത കൂടുതലുള്ളത്. അടുത്ത ചോദ്യം നമ്മൾ പരീക്ഷയിൽ കാണാറുള്ള മറ്റൊരു ടൈപ്പിലേക്കാണ് വരുന്നത്. ഇത് നമുക്ക് പലപ്പോഴും പരീക്ഷയിൽ കാണാറുള്ള ഒരു ചോദ്യമാണ്. അതായത് ഇവിടെ നമുക്ക് യൂണിറ്റുകളുടെ, അളവുകളുടെ യൂണിറ്റുകളുടെ ആ ഒരു കൺസെപ്റ്റും കൂടെ വരുന്നുണ്ട്. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ഏകകം എന്ന് പറയാം അല്ലേ. നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് നമ്മൾ ഓരോത്തിനും ഓരോ യൂണിറ്റ് ഉണ്ടാവും. ഇപ്പോൾ പല യൂണിറ്റുകൾ ഉൾപ്പെടുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ സമയമാണ് എടുക്കുന്നതെന്ന് വിചാരിക്കും. ഇപ്പോൾ സമയത്തെ നമുക്ക് സെക്കൻഡുകളിൽ പറയാം, മിനിറ്റുകളിൽ പറയാം, മണിക്കൂറുകളിൽ പറയാം. ഇനി മുകളിലേക്ക് അങ്ങ് പോയി കഴിഞ്ഞാൽ ദിവസം എന്ന് പറയാം, അല്ലെങ്കിൽ ആഴ്ച എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് ചില ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ്, ഒരു ഫിസിക്സുമായിട്ട് കൂടി കണക്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ്, ഏകകങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ഫിസിക്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതിൽ ഇപ്പോൾ ഒരാഴ്ച എന്നുള്ളത് എന്തിൻ്റെ യൂണിറ്റ് ആണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നമുക്കൊരു സംശയം തോന്നും അല്ലേ. ഒരു മാസം എന്തിൻ്റെ യൂണിറ്റാണ്, ഒരു വർഷം എന്തിൻ്റെ യൂണിറ്റാണ്? ഇതെല്ലാം സമയത്തിൻ്റെ യൂണിറ്റുകളാണ് അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞേ ഉള്ളൂ. അതുപോലെ നമ്മൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക്, ഒരു ഭൗതികമായിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പല യൂണിറ്റുകളെ തമ്മിൽ താരതമ്യം ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഭിന്നസംഖ്യകളെ സംബന്ധിച്ച് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള ചില ചോദ്യങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. നോക്കാം. 4 മീറ്ററിൻ്റെ എത്ര ഭാഗമാണ് 80 സെൻറ്റിമീറ്റർ? 4 മീറ്ററിൻ്റെ എത്ര ഭാഗമാണ് 80 സെൻറ്റിമീറ്റർ? അപ്പോൾ ഈ ഒരു ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായും മീറ്ററും സെൻറ്റിമീറ്ററും തമ്മിലുള്ള ബന്ധം നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പോൾ മീറ്ററും സെൻറ്റിമീറ്ററും എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അപ്പോൾ 1 മീറ്റർ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു 100 സെൻറ്റിമീറ്ററിന് തുല്യമാണ്. 1 മീറ്റർ 100 സെൻറ്റിമീറ്ററിന് തുല്യമാണ്. അപ്പോൾ 1 മീറ്റർ 100 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമുക്ക് ഈ 4 മീറ്ററിനെയും 80 സെൻറ്റിമീറ്ററിനെയുമാണ് താരതമ്യം ചെയ്യേണ്ടത്. അപ്പോൾ 2 രീതിയിലുള്ള യൂണിറ്റുകളെ, 2 യൂണിറ്റുകളിൽ കിടക്കുന്ന 2 വിലകളെ നമുക്കൊരിക്കലും ഡയറക്റ്റായിട്ട് താരതമ്യം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ബേസിക് ആയിട്ടുള്ളൊരു ആശയം. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളതിനെ ഏതെങ്കിലും ഒരൊറ്റ യൂണിറ്റിലേക്ക് മാറ്റണം. എന്നിട്ട് 2നെയും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 4 മീറ്റർ എന്നുള്ളതിനെ, 1 മീറ്റർ 100 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ 4 മീറ്ററിനെ നമുക്ക് 400 സെൻറ്റിമീറ്റർ എന്ന് വേണം കണക്കാക്കാൻ. 4 മീറ്റർ എന്താണ്? 400 സെൻറ്റിമീറ്ററാണ്. എന്നിട്ട് നമ്മളോട് ചോദിക്കുന്നത് ഈ 4 മീറ്ററിൻ്റെ, അതായത് 400 സെൻറ്റിമീറ്ററിൻ്റെ എത്ര ഭാഗമാണ് 80 സെൻറ്റിമീറ്റർ? 400ൻ്റെ എത്ര ഭാഗമാണ് 80? അപ്പോൾ 80/400 എന്നുള്ളത് 0 വെട്ടിക്കളഞ്ഞാൽ 8/40 എന്നും, വീണ്ടും അതിനെ ചെറുതാക്കിയാൽ 40 എന്ന് പറയുന്നത് 8 5 അതുകൊണ്ട് നമുക്ക് 1/5 എന്നും എഴുതാം. അപ്പോൾ ഈ 1/5 നമ്മുടെ ഫൈനൽ ആൻസർ. 4 മീറ്ററിൻ്റെ എത്ര ഭാഗമാണ് 80 സെൻറ്റിമീറ്റർ എന്ന് ചോദിച്ചാൽ 1/5 ഭാഗം എന്നാണ് ഉത്തരം വരേണ്ടത്. സമാനമായിട്ടുള്ള മറ്റൊരു ചോദ്യം നോക്കാം.
3 അടിയുടെ എത്ര ഭാഗമാണ് 12 ഇഞ്ച്? വീണ്ടും നമുക്ക് ദൂരത്തിൻ്റെ അല്ലെങ്കിൽ നീളത്തിൻ്റെ മറ്റൊരു യൂണിറ്റ് കമ്പാരിസൺ ആണ് വരുന്നത്. അപ്പോൾ നീളത്തിന് നമുക്ക് 2 സ്റ്റാൻഡേർഡുകളാണ് സാധാരണഗതിക്ക് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അതായത് ഒന്ന് നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് SI യൂണിറ്റുകളിലാണെങ്കിൽ അത് പോകുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മീറ്റർ, കിലോമീറ്റർ, സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ കമ്പയർ ചെയ്യുക. അതെല്ലാം സമാനമായി ഒരേ രീതിയിൽ വരുന്നത് 100ൻ്റെയും 1000ൻ്റെയും ഒക്കെ മൾട്ടിപ്പിൾ രീതിയിലാണ് വരുന്നത്. അതിനെപ്പറ്റി കൂടുതലായിട്ട് ഞാൻ പറഞ്ഞു പോകുന്നില്ല, കാരണം അത് ഫിസിക്സ് രീതിയിൽ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി ഈ മറ്റൊരു കമ്പാരിസണാണ് FPS, ഫുട്ട് പൗണ്ട് സെക്കൻഡ് രീതിയിലുള്ള ഒരു യൂണിറ്റ് സ്റ്റാൻഡേർഡ് ഉണ്ട്. അപ്പോൾ അതിൽ കണക്കാക്കുന്ന നീളം കണക്കാക്കുന്ന ഒരു ബേസിക് യൂണിറ്റാണ് ഫുട്ട് അല്ലെങ്കിൽ അടി എന്ന് പറയുക. നമ്മളൊക്കെ ഡെയിലി ലൈഫിൽ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റാണ് അടി, അല്ലേ? അപ്പോൾ ഒരു ശരാശരി ഒരാൾക്ക് ഇപ്പം ഒരാൾക്ക് 6 അടി നീളമുള്ള ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ അടിയുടെ ആ ഒരു അളവ് നമുക്ക് അറിയാം, അല്ലേ? അപ്പോൾ അറിയാൻ മേലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു അടി എന്ന് പറയുന്നത് 1 ഫുട്ട് എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? 12 ഇഞ്ചുകൾക്ക് തുല്യമാണ്. 12 ഇഞ്ചുകൾക്ക് തുല്യമാണ്. ഇപ്പോൾ ഒരു മീറ്ററിനെ നമ്മൾ 100 സെൻറ്റിമീറ്റർ എന്ന് എഴുതിയതുപോലെ ഒരു അടിയെ നമുക്ക് എഴുതാൻ സാധിക്കുക 12 ഇഞ്ച് എന്നാണ്. ഇനി ഇതിനെ നമുക്ക് നമ്മൾ മുമ്പ് പറഞ്ഞ ആ ഒരു സെൻറ്റിമീറ്റർ കമ്പാരിസണിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ 30 സെൻറ്റിമീറ്റർ എന്നാണ് എഴുതേണ്ടത്. ഒരടിയെ നമുക്ക് 12 ഇഞ്ചായിട്ട് എഴുതാം, ഏകദേശം 30 സെൻറ്റിമീറ്റർ എന്നും എഴുതാം. ഏകദേശം എന്ന് പറയാൻ കാര്യമുണ്ട്, കൃത്യമായി പറഞ്ഞാൽ 30 സെൻറ്റിമീറ്റർ അല്ല. ഒരടി എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ വരും. അപ്പോൾ ഇഞ്ച് ടേംസിൽ പറഞ്ഞാൽ നമുക്കതിനെ 12 ഇഞ്ചെന്ന് പൂർണ്ണമായി കൃത്യമായി എഴുതാം. അത് അപ്രോക്സിമേറ്റ് കണക്കല്ല. ഒരടി എന്ന് പറഞ്ഞാൽ കൃത്യം 12 ഇഞ്ചാണ്. അതേസമയം ഒരടി എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഏകദേശ വില എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്ററായി കണക്കാക്കാം. നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. 3 അടിയുടെ എത്ര ഭാഗമാണ് 16 ഇഞ്ച്? അപ്പം നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റ് എന്താണ്? ഇഞ്ചാണ്. അപ്പോൾ ആ രണ്ടാമത്തെ യൂണിറ്റിലേക്ക് തന്നെ നമുക്ക് ആദ്യത്തെ വിലയും ഒന്ന് കൊണ്ടുവരാൻ നോക്കാം. ഒരടി 12 ഇഞ്ചാണ് എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 3 അടി എന്ന് പറയുന്നത് 3 × 12 ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന 36 ഇഞ്ചായിരിക്കണം. 3 അടി 36 ഇഞ്ച്. അപ്പോൾ ഈ 36 ഇഞ്ചിൻ്റെ എത്ര ഭാഗമാണ് 12 ഇഞ്ച് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ 12, 36 പെട്ടെന്ന് ക്യാൻസൽ ചെയ്യാവുന്ന 2 വാല്യൂസാണ്. കാരണം 12 3 ആണ് 36 എന്ന് നമുക്കറിയാം. അപ്പോൾ എത്ര ഭാഗമാണ്? 1/3 ഭാഗമായിട്ടാണ് നമുക്കതിനെ എഴുതാൻ സാധിക്കുക. അടുത്ത ചോദ്യം വായിക്കാം. ഒരാളൊരു കേക്കിൻ്റെ 2/1 ഭാഗം രാവിലെയും 3/1 ഭാഗം വൈകിട്ടും തിന്നു. ബാക്കിയുള്ളത് എത്ര ഭാഗം? വീണ്ടും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനാണ്, കേരള PSCക്ക് ചോദിച്ച ചോദ്യമാണ്. ഇത് ഒരു ഫ്രാക്ഷൻസിൻ്റെ ആ ഒരു സങ്കലനം വ്യവകലനം എന്നുള്ള രീതിയിൽ നമുക്ക് വരാവുന്ന വളരെ ബേസിക് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അതായത് ഒരു കേക്ക് എന്ന് പറഞ്ഞാൽ ഭിന്നസംഖ്യകളുടെ രീതിയിൽ എപ്പോഴും ഒരു കേക്ക് മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും 1 എന്നാണ് അർത്ഥമാക്കേണ്ടത്. മുഴുവൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്? 1 എന്നാണ് അർത്ഥമാക്കേണ്ടത്. അപ്പോൾ ആ 1-ൽ നിന്ന് ആദ്യം രാവിലെ അയാൾ 2/1 ഭാഗം തിന്നു. ഇനി വൈകിട്ട് 3/1 ഭാഗം കൂടി തിന്നു. അപ്പോൾ 1-ൽ നിന്ന് 2/1 കുറയുന്നു, 3/1 കുറയുന്നു. ഇനി അവശേഷിക്കുന്നത് എത്ര എന്നാണ് നമുക്ക് വേണ്ടത്, അല്ലേ? അപ്പോൾ നമുക്ക് ഈ 2/1 3/1 കുറയണമല്ലോ. അപ്പോൾ 2/1 3/1 കൂടി ആകെ എത്ര കുറഞ്ഞു എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, അല്ലേ? അപ്പോൾ അതിനെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. 1 മൈനസ് മുഴുവൻ 1 എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. നമുക്ക് ഇത് രണ്ടും കൂടെ ചേർന്നാൽ എത്രയാകും എന്നാദ്യം ഒന്ന് നോക്കാം, അല്ലേ? അപ്പോൾ 2/1 3/1 ക്രോസ് പ്രോഡക്റ്റ് എടുക്കാം. 3 + 2 എന്നിട്ട് അടിയിൽ വരുന്നത് ഛേദങ്ങളുടെ ഗുണനഫലമായ 6. അപ്പോൾ ആകെ കുറയുന്നതെന്ന് പറഞ്ഞാൽ 1 മൈനസ് 5/6 ഭാഗമാണ്. അതായത് 3/1 3/2 കൂടെ ചേർന്നാൽ ആകെ 5/6 ആയിക്കഴിഞ്ഞു. 6-ൽ 5 ഭാഗങ്ങൾ പോയി കഴിഞ്ഞു. ഇനി ബാക്കി എത്രയുണ്ട്? 6-ൽ 5 ഭാഗം. ആകെയുള്ള 6-ൽ 5 ഭാഗം പോയാൽ അവശേഷിക്കുന്നത് ഒരു ഭാഗമായിരിക്കും. അതായത് കേക്കിൻ്റെ 6-ൽ 1 മാത്രമായിരിക്കും അവിടെ അവശേഷിക്കുക. നമുക്ക് ആ ഒരു കാൽക്കുലേഷൻ ലെവലിൽ പറയാനാണെങ്കിൽ ഇങ്ങനെ പറയാം. ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാം. അതായത് 2/1 ഭാഗം രാവിലെ കഴിച്ചു, 3/1 ഭാഗം വൈകിട്ട് കഴിച്ചു. അപ്പോൾ ഈ 2/1 എടുക്കാനും 3/1 എടുക്കാനും എളുപ്പമുള്ള ഒരു സംഖ്യ പറയാം. നിങ്ങളോട് ഫ്രീ ആയിട്ട് നിങ്ങളൊന്ന് മനസ്സിൽ ചിന്തിച്ച് നോക്കുക. 2/1 എടുക്കാനും 3/1 എടുക്കാനും എളുപ്പമുള്ളൊരു സംഖ്യ ഏതായിരിക്കും? ഏത് സംഖ്യ വേണമെങ്കിലും എടുക്കാം, പക്ഷേ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ എളുപ്പമായിരിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എടുക്കാൻ സാധ്യതയുള്ള സംഖ്യ 6 അല്ലേ? കാരണം 2 കൊണ്ട് ഹരിക്കാനും 3 കൊണ്ട് ഹരിക്കാനും എളുപ്പമുള്ള സംഖ്യ ഏതാണ്? 6. അപ്പോൾ ടോട്ടൽ ഈ കേക്ക് എന്ന് പറയുന്ന 6 പീസാണെന്ന് വിചാരിക്കുക.
അപ്പോൾ അയാൾ രാവിലെ കഴിച്ചത് ഈ 6ൻ്റെ പകുതിയാണ്. 6ൻ്റെ പകുതി എടുത്താൽ എത്രയായി? 3 പോയി. രാവിലെ കഴിച്ചു. ഇനി വൈകുന്നേരം കഴിച്ചത് 1/3. 6ൻ്റെ 1/3 എന്ന് പറയുന്നത് 2ആണ് അല്ലേ? 6ൻ്റെ 1/3 2ആണ്. അപ്പോൾ 3ഉം 2ഉം 5 പീസ് കേക്ക് തിന്നു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് 1 പീസ് മാത്രമാണ്. അപ്പോൾ ബാക്കിയുള്ളത് എത്ര ഭാഗമാണെന്ന് ചോദിച്ചാൽ ആകെയുള്ള 6ൻ്റെ 1 ഭാഗം മാത്രമാണ് അവിടെ അവശേഷിക്കുക. അപ്പോൾ ആ രീതിയിൽ നമുക്കതിനെ 6/1 എന്ന് ആശയപരമായിട്ട് വേണമെങ്കിൽ നമുക്കത് ചിന്തിക്കാം. അടുത്ത ചോദ്യം വായിക്കാം. കഴിഞ്ഞ ചോദ്യം പോലെ തന്നെയുള്ള ആശയത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന മറ്റൊരു ചോദ്യമാണ്. രാമു തൻ്റെ ശമ്പളത്തിൻ്റെ 2/3 ഭാഗം അച്ഛനും 1/5 ഭാഗം അമ്മയ്ക്കും കൊടുത്തു. അവശേഷിക്കുന്ന ഭാഗം എത്ര? അപ്പോൾ രാമുവിൻ്റെ ശമ്പളം എന്ന് പറയുന്ന ആ ഒരു ഫിഗറുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫ്രാക്ഷൻ രീതിയിലല്ലാതെ നമുക്ക് പൂർണ്ണസംഖ്യയായിട്ട് അങ്ങ് ചിന്തിക്കാം. രാമുവിൻ്റെ ശമ്പളത്തിന് നമുക്കൊരു വാല്യൂ കൊടുക്കണം. ഏത് വാല്യൂ കൊടുക്കണം? നമ്മുടെ ക്വസ്റ്റ്യനെ സംബന്ധിച്ചിടത്തോളം സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു വാല്യൂ ആണ് നമ്മൾ കൊടുക്കേണ്ടത് അല്ലേ? അതായത് 3/2 എടുക്കാനും 5/1 എടുക്കാനും എളുപ്പമുള്ള ഒരു സംഖ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ഈ ഛേദത്തിലുള്ള 2 സംഖ്യകളങ്ങ് ഗുണിക്കുക. അതാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം. അപ്പോൾ രാമുവിൻ്റെ ശമ്പളം 15 രൂപയാണ്. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. രാമു തൻ്റെ ശമ്പളത്തിൻ്റെ 3/2 ഭാഗം അച്ഛന് കൊടുത്തു. 3/2 ഭാഗം. ഈ 15ൻ്റെ 3/2 എത്രയാണ്? 15ൻ്റെ 1/3 എന്ന് പറയുന്നത് 5ആണ്. അപ്പോൾ 3/2 എത്രയായിരിക്കും? 10 രൂപയായിരിക്കും. അപ്പോൾ 10 രൂപ അയാൾ അച്ഛന് കൊടുക്കുന്നു. ഇനി 5/1 ഭാഗം അമ്മയ്ക്ക് കൊടുത്തു. 5/1. അപ്പോൾ 15ൻ്റെ 5/1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3 രൂപയാണ്. അപ്പോൾ 10 + 3 എത്ര പോയി? 13 രൂപ പോയി. ആകെയുള്ള ശമ്പളമായ 15ൽ നിന്ന് 13 പോയാൽ രാമുവിൻ്റെ കയ്യിൽ എത്രയുണ്ട് ബാക്കി? 2 ബാക്കിയുണ്ട്. അതിനെ നമ്മളൊരു ഭിന്നസംഖ്യയായിട്ട് എഴുതുകയാണെങ്കിൽ എത്രയായിരിക്കും ബാക്കി ഉണ്ടാവുക? ആകെയുള്ളതിൽ 15ൽ 2 ഭാഗമാണ് അവിടെ ബാലൻസ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, അവശേഷിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് 15ൽ 2 ഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ചിന്തിച്ചത് ഫ്രാക്ഷൻസിനെ പറ്റിയുള്ള, ഭിന്നസംഖ്യകളെ പറ്റിയുള്ള നമ്മൾ സ്ഥിരമായി കാണുന്ന ചില ക്വസ്റ്റ്യൻ പാറ്റേൺസാണ് നമ്മൾ ഈ ഒരു അധ്യായത്തിലൂടെ കടന്നു പോയത്. അപ്പോൾ ഇതെല്ലാം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ചോദ്യമാതൃകകളാണ് നമുക്ക് ഏറ്റവും വിലപ്പെട്ട സാധനങ്ങൾ അല്ലേ? അപ്പോൾ ഒരു ചോദ്യം ഒരിക്കൽ കണ്ടു കഴിഞ്ഞാൽ മിക്കവാറും ചോദ്യങ്ങൾ നമ്മളൊരു 2 ഉദാഹരണങ്ങൾ നമ്മൾ ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ ആ 2 ഉദാഹരണങ്ങളിൽ നിന്ന് നമ്മൾ ആ ചോദ്യം എന്താണ് എന്ന് മനസ്സിലാക്കുന്നു. ആ ചോദ്യം ഏത് മെത്തേഡിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടതെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അങ്ങനെ പൂർണ്ണമായി മനസ്സിലാക്കി പോവുകയാണെങ്കിൽ പിന്നീട് ഈ ചോദ്യങ്ങൾ നമുക്കൊരു വെല്ലുവിളി സൃഷ്ടിക്കില്ല എന്ന് വിചാരിക്കുന്നു. ബാക്കി ചോദ്യങ്ങൾ നമുക്ക് അടുത്ത പാർട്ടിൽ പൂർണ്ണമായി ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.